അല്ല ഗെയ്സേ, ഫിറോസ് ഖാനെക്കുറിച്ച് ഞെട്ടിക്കുന്ന കുറച്ച് വെളിപ്പെടുത്തലുകളുമായിട്ട് സജ്ജൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അവരത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ചിലവരുടെ കയ്യിലുണ്ട്, അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ ആയിരിക്കുന്നത് സജ്ജന ഫിറോസിനെ കുറിച്ച് അങ്ങനെ വീഡിയോസ് ചെയ്യുക, അങ്ങനെ ഒരു പതിവ് സാധാരണ കാണലില്ല നെഗറ്റീവായിട്ട്. ഇവിടെ ഫിറോസ് ഖാൻ പറയുന്നത് സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേർപിരിഞ്ഞു എന്നൊരു സംഗതിയാണ്. ഫിറോസ് ഖാൻ്റെ എക്സ് വൈഫ്, അതേപോലെ ഇപ്പോഴത്തെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള വൈഫ് സജ്ജന, ഇവർ രണ്ടുപേരും ഫിറോസ് ഖാൻ മൂലം ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുള്ള ഭീഷണി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളാണെന്നുള്ള രീതിയിലാണ് സജ്ജന വീഡിയോ ചെയ്തിട്ടുള്ളത്. സജ്ജന പറയുന്നത് രണ്ട് കുട്ടികൾ, ഫിറോസ് ഖാൻ ഇവർ രണ്ട് കുട്ടികളുണ്ടല്ലോ, ഈ രണ്ട് കുട്ടികളെ ഈ ഇവരാണ് നോക്കുന്നത്, പെണ്ണുങ്ങളാണ് നോക്കുന്നത്. ആ കുട്ടികളെയൊന്നും വേണ്ട രീതിയിൽ കെയർ ചെയ്യണമെന്നില്ല ഫിറോസ് ഖാൻ. അതുപോലെ ഫിറോസ് ഖാന് പെണ്ണുങ്ങളുമായിട്ട് വഴിവിട്ട ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം നൽകിയിട്ട് അവരെ ഫിസിക്കലി യൂസ് ചെയ്തതിന് ശേഷം അവരെ തലയിലാവുന്നുള്ള അവസ്ഥയിലാകുമ്പോൾ മൂപ്പര് നൈസായിട്ട് ഒഴിയും. അപ്പോൾ പലരോടും കാശി ചോദിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലും. അതേപോലെ മൈനറായിട്ട് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് സജ്ജന പറയുന്നത്. അതുപോലെ മൈനറായിട്ടുള്ള 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഹോട്ടലിൽ വിളിച്ച് വരുത്തി അതൊരു പീഡനം സംഭവമായിട്ടൊക്കെ അങ്ങനെ വരും. അപ്പോൾ ലീഗലി ഇവർ മൂവ് ചെയ്തിട്ടുണ്ട്, കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിയമപരമായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയട്ടെ എന്ന് പറയുന്നുണ്ട് സജ്ജന പറയുന്ന സാധനം, ആ കുട്ടിക്ക് ഒരു തരി പൊന്നു പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഫിറോസ് ഖാനോട് വിളിച്ചിരുന്ന് അപ്പ ഉമ്മീനെ കുറിച്ചിട്ട് ഇങ്ങനെയൊന്നും വീഡിയോസൊന്നും ചെയ്യരുത്, സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ 5ാം ക്ലാസ്സിലാണ്, സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും മനുഷ്യപ്പറ്റി കാണിക്കാത്ത രീതിയിൽ ഫിറോസ് ഖാൻ സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാര്യമാരെ എന്നുള്ളൊരു സംഗതി. വളരെ റെപ്യൂട്ടഡായ ഒരു ഫാമിലിയിൽ നിന്നാണ് ഇയാളുടെ ആദ്യത്തെ വൈഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ അവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വീഡിയോസ് ഫിറോസ് ഖാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് മുണ്ടാണ്ടിരിക്കണത്. സജ്ജനയും പറയുന്നത് അന്നാണത്തൊക്കെയാണ് സജ്ജന പറയുന്നത്. സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളെ നോക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ മൂപ്പര് ഒരു ബുള്ളറ്റ് വാങ്ങിയിട്ട് മൂപ്പത്തിയുടെ ക്രെഡിറ്റ് കാർഡിൽ അതിൻ്റെ അടവ് നടക്കണില്ല, അപ്പോൾ ഒരു പേഴ്സണൽ ലോൺ പോലും കിട്ടാത്തൊരവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട്. സജ്ജന മൊത്തം ട്രാപ്പ് ചെയ്തിട്ട് ഇറക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു 5 സെൻറ്റ് വീടും പുരയിടും സംഗതി ഉണ്ടായിരുന്നു, 5 സെൻറ്റ്. അപ്പോൾ അത് ആ ഒരു സംഗതി ഫിറോസ് ഖാൻ്റെ പേരിലാക്കി കൊടുക്കണമെന്ന് ഫിറോസ് ഖാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സജ്ജന പറഞ്ഞാൽ പറ്റൂല, അത് കുട്ടികൾക്കുള്ളതാണ്, അത് നിങ്ങളുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ദേഷ്യമാണ് ഫിറോസ് ഖാൻ സജ്ജനയോടുള്ളത്. ഇല്ലീഗലായിട്ടുള്ള കല്യാണമാണ് ആ ഒരു രീതിയിലൊക്കെയാണ് സംഗതി പോകുന്നത് കേസ്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും മക്കളെ നോക്കുന്നുണ്ടല്ലോ സജ്ജന. അതുപോലെ സജ്ജന ഈ ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്, ഈ ഒരു ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഒരു ഫ്രീഡം വേണം, ഇനി സഹിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ വളരെ ഇമോഷണലായിട്ട് വളരെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കേസ് ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങളുടെ കേസിൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ വളരെ നന്മപരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്വയം പോർട്രേ ചെയ്യുന്ന ആളുകളെ മുഴുവനായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ട്. പിന്നെ ഫിറോസ് ഖാൻ പറയുന്നൊരു കാര്യത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിറോസ് ഖാൻ്റെ ഇപ്പോൾ മൂപ്പര് ആങ്കറായിട്ടൊക്കെ വന്നിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ മൂപ്പര് ഒരു ആർട്ടിസ്റ്റ് രീതിയിൽ വ്യത്യസ്ത മേഖലകളിൽ, ഇപ്പോൾ ഒരു ഫാഷനിലും മൂപ്പര് വന്നിട്ടുണ്ട്. അപ്പോൾ ഫാഷനിൽ ഗസ്റ്റായിട്ടും ഷോ കണ്ടക്ട് ചെയ്യുന്ന ആളായിട്ടും അങ്ങനെയൊക്കെ വിളിക്കലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ ഹൈദർക്ക്. അതിങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ 8 മിനിറ്റിന് 10 മിനിറ്റിന് വീഡിയോസായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിറോസ് ഖാനെ ഒരു അതായത് അത്യാവശ്യം പൈസയൊക്കെ വേണ്ട ഒരു പ്രൊഫഷണൽ രീതിയിലാണ് മൂപ്പര് ഈ ഫാഷൻ ഷോനൊക്കെ കാണുന്നത്, അല്ലാണ്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല, കാരണം ജീവിക്കണമല്ലോ, കാശ് വേണമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫിറോസ് ഖാൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, ഫിറോസ് ഖാൻ പറയുന്നത് അങ്ങനെ ഒരു അവസരം ഷിയാസ് കരീം ഇല്ലാണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഷിയാസ് കരീം അതിൽ ഗസ്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോസ്റ്ററൊക്കെ അടിച്ചതാണ്. അപ്പോൾ അതിന് ശേഷമാണ് മറ്റേ ഫിറോസ് ഖാനെ വിളിച്ചിട്ട് അവർ അഡ്വാൻസ് കൊടുത്തിരുന്നു, അത് നടത്തുന്ന ആളുകൾ, ഷോ കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ. പക്ഷേ ഷിയാസ് കരീം പറഞ്ഞു അത്രയും ഫിറോസ് ഖാൻ ഉണ്ടെങ്കിൽ ഞാൻ വരാൻ പറ്റില്ല. അതിൽ കാരണമായിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേ അവിടെ ക്യാമറ ആൾക്കാർ മീഡിയക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഷിയാസ് കരീമിനെയും അതുപോലെ ഫിറോസ് ഖാനെ സൂം ചെയ്യും, അപ്പോൾ അത് ഒരു പ്രശ്നമാണ് എന്നുള്ള സംഗതി. അപ്പോൾ ഫിറോസ് ഖാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് തെറ്റിദ്ധാരണ കൊണ്ടാണ് മൂപ്പരത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതേപോലെ ഫിറോസ് ഖാനും ഷിയാസൊന്നും അതിന് മാത്രം ഇപ്പോൾ സെലിബ്രിറ്റികളൊന്നുമല്ല, ഒരു 10 പേരുണ്ടെങ്കിൽ 2 പേര് മാത്രം അറിയാവുന്ന ആളുകളാണ്. പിന്നെ ബാലിശമായ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഷിയാസ് കരീം പറയുന്നത്. ഷിയാസ് കരീമിനെ വിളിച്ചു, എടുത്തില്ലാണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അതുപോലെ സജിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താണ് നീ ചെയ്യുന്നത്, എന്താ സംഭവം, എന്തിനാ അത് ക്യാൻസൽ ചെയ്തെന്നുള്ള സംഗതികളൊക്കെ സജിനെ വിളിച്ച് ചീത്ത പറഞ്ഞു തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ഷിയാസ് കരീമിൻ്റെ ഈ ഒരു ഇൻറ്റൻഷൻ, അതായത് ഇവനെ ഈ ഫിറോസ് ഖാനെ അങ്ങേരെ അതൊന്ന് ഒഴിവാക്കാനുള്ള ഒരു കാരണമായിട്ട് ഫിറോസ് ഖാൻ പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷിയാസ് ഖാൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട്, മുമ്പുണ്ടായിരുന്ന ഗേൾ ഫ്രണ്ട്സിൽ ഒരുത്തിയായിട്ട് മൂപ്പര് ഫിറോസ് ഖാൻ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഷിയാസ് കരീം വിചാരിച്ച് ഇവർ തമ്മിൽ എന്തോ സംഭവം ഉണ്ട് വിചാരിച്ചിട്ട് അങ്ങനെ മനഃപൂർവ്വം ഷിയാസ് കരീം ഫിറോസ് ഖാന് കിട്ടിയ ഒരു അവസരം മറ്റേ ഫാഷൻ ഷോയുടെ അത് ഒഴിവാക്കിയതാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവസാനം രണ്ടോ മൂന്നോ പ്രോഗ്രാമുകൾ ക്യാൻസലായി ഷിയാസ് കരീം കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് മൂപ്പര ജീവിതത്തെ, ഫിറോസ് ഖാൻ്റെ ജീവിതത്തെ, തൊഴിലിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്, വരുമാനത്തെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഷിയാസ് കരീമിൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള ഫോട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു ഫിറോസ് ഖാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറഞ്ഞില്ലേ. സജനയുടെ വീഡിയോയിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിയാസ് കരീമിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടുമായിട്ട് മൂപ്പരിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, ആർക്ക് ഫിറോസ് ഖാൻ എന്നാണ് പറയുന്നത് കേസ്. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ചുള്ള ഒരു ആളാണ്, സ്ത്രീകളെ സെക്ഷലി ഉപയോഗിച്ചുള്ള ഒരാളാണ്, ഒരു മൈനറായിട്ടുള്ള ഒരുത്തി. ആ ഒരുത്തിൻ്റെ നിന്ന്, ആ പെൺകുട്ടിയുടെ നിന്ന് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയിരുന്നു, അതേപോലെ സെക്ഷലി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആര് സജ്ജനേൻ്റെ വീഡിയോയിൽ. എന്തായാലും വളരെ ഇങ്ങനെയുള്ള കുറേ ആരോപണങ്ങളാണ് കേസ് വരുന്നത്. അപ്പോൾ നിയമപരമായിട്ട് പോയിട്ടുണ്ട് സജ്ജന എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേപ്പറൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേസ്, എൻ്റെ ഒരു ബലമായ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംശയമല്ല ഭയങ്കര ഇതെന്ന് വെച്ചാൽ, ഫിറോസ് ഖാൻ തുടക്കത്തിലൊന്നും സജിനേനെ കുറ്റം പറഞ്ഞിട്ടൊന്നും വീഡിയോസ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് റസൂൽ പൂക്കുട്ടീനെ സജിനേനെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്? അപ്പോൾ ഇയാൾക്കിത് എന്തിൻ്റെ കേടാണ്? പിന്നെ പറയുന്നുണ്ട് ഒരു മീഡിയക്കാരനും അതേപോലെ തന്നെ ഫിറോസ് ഖാനും തമ്മിൽ അവരൊരു ഭയങ്കര കമ്പനിയായിട്ട് അവർ മനഃപൂർവ്വം ഈ ഒരു കാര്യത്തെ എസ്കലേറ്റ് ചെയ്യുകയാണ്, ലൈം ലൈനിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നത്. ഹൈദരാണോ എന്ന് ഡൗട്ടുണ്ട് കേസേ. എന്തായാലും സംഗതി എന്താണെന്ന് വെച്ചാൽ, ഫിറോസ് ഖാൻ സജ്ന ഡിവോഴ്സ്, ഈ ഒരു സംഗതിയിൽ ഫിറോസ് ഖാൻ വളരെ നിഷ്കളങ്കനായ ക്ലീൻ ഷീറ്റ് നൽകാവുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല കേസേ. അവർ മനുഷ്യനല്ലേ പുള്ളേ, പിന്നെ ജീവിക്കാനുള്ളതിൽ കാശിൻ്റെ ഇതിൽ, അതേപോലെ വേറെ വല്ല വാൺസും നീഡ്സും ആങ്സൈറ്റിയുടെയൊക്കെ പുറത്ത്, ഫ്രസ്ട്രേഷൻ്റെയൊക്കെ പുറത്ത് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും റസൂൽ പൂക്കുട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സജ്ജനയ്ക്ക് അവരെ കുടുംബം നോക്കാനും അതേപോലെ സ്നേഹം കിട്ടാനും കെയർ കിട്ടാനും അവർക്ക് അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കാനും ഇങ്ങോട്ട് സ്നേഹം വാങ്ങാനൊക്കെ ഉള്ള ഒരു സംഗതിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും ആ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അത് ചിലപ്പോൾ അധികമായി കണ്ട് അപ്ലോഡ് ആവുണ്ടായിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മളൊരു പ്രത്യേക പെർസ്പെക്റ്റീവിൽ മാത്രം ഇതിനെ കണ്ടിട്ട് കാര്യമില്ല, പലതരത്തിലുള്ള ആംഗിൾസ് ഉണ്ടായിരിക്കും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിരുന്നൊരു സംഗതിയാണ്. എന്തായാലും സജ്ന, ഫിറോസ് ഖാൻ, റസൂൽ പൂക്കുട്ടി, ഷിയാസ് കരീം, ഇവർ 4 പേരാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുസുധിയുടെ വിഷയവും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഗിച്ചുഡിൻ്റെ വിഷയമൊക്കെ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേസേ, നമ്മൾ ഷിയാസ് കരീം ആയിക്കോട്ടെ, ഫിറോസ് ഖാൻ ആയിക്കോട്ടെ, സജ്ജന ആയിക്കോട്ടെ, റസൂൽ പൂക്കുട്ടി ആയിക്കോട്ടെ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മാത്രം മുഴുവനായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചിട്ട് കാര്യമില്ല കേസ്. ഇതിൻ്റെ പിന്നെ വേറെ കുറേ കളികൾ, വേറെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സജ്ജന ഫിറോസ് ഖാനെതിരെ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങളായിട്ട്. അവർ ഇനിയൊരു വീഡിയോ ചെയ്യുന്നില്ലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാകുമ്പോഴുള്ള സമാധാനം നഷ്ടപ്പെടുന്നുണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കും, അതേപോലെ തന്നെ നിങ്ങളിങ്ങനെ ആളെങ്ങനെ പച്ചയ്ക്ക് കൊന്നു തിന്നുന്ന പോലുള്ള ഒരു സംഭവങ്ങളും നിങ്ങൾ ചെയ്യരുത്, കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കാം, നീതിയുടെ ഭാഗത്ത് നിൽക്കുക, ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക എന്നൊക്കെ. എന്തായാലും ഒരു എനിക്ക് ഇതിൽ എടുത്തു പറയാനുള്ള, ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ആളുകൾ പിരിയണതിന് എന്തെങ്കിലും റീസൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയോണ്ട്, ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല കേസ്. അവർ മ്യൂച്വലി എടുക്കുന്ന ഒരു സംഗതി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റണമെന്നില്ല. എന്താ വെച്ചാൽ പല ആളുകൾക്ക് എന്താ വെച്ചാൽ അവരുടെ പേഴ്സണൽ അനുഭവങ്ങൾ ഒരു സോഷ്യൽ സ്ക്രൂട്ടിനിയിൽ വെക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ചിന്തിക്കുക, ജീവിതത്തിൽ റിലേഷൻഷിപ്പുകളിൽ നോക്കിക്കാണുകയും ചെയ്യുന്നത്. ചിലത് പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും, അത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ പലരും പറയുന്നുണ്ട് സജിനേനെ കാണുമ്പോൾ തന്നെ നെഗറ്റീവ് വൈബാണെന്നൊക്കെ കമൻറ്റുകളിലൊക്കെ. അതെങ്ങനെയാണ് കേസ് പറയാൻ പറ്റുക? പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കോൾഡ് ബ്ലഡഡായി ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കാം. ഞാൻ ഫിറോസ് ഖാൻ അങ്ങനെയാണ് നല്ല പറയുന്നത് ആയിരിക്കാം. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ സജിന വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സങ്കടത്തോടു കൂടി ടെൻഷൻ അടിച്ചിരിക്കുന്ന വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു പോസിറ്റീവ് വൈബ്, ഒരു സമാധാനം, സന്തോഷമൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ ആ വീഡിയോ കാണുന്ന സമയത്ത് ഒരു പോസിറ്റീവ് വൈബൊന്നും കിട്ടണമെന്നില്ല എന്ന് കരുതിയിട്ട് അവർ നെഗറ്റീവ് ആണെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ കേസ്? എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് എനിക്ക് അത് മനസ്സിലാവാത്തത്. എന്തായാലും റസൂൽ പൂക്കുട്ടീനെ സജിനയ്ക്ക് ഇഷ്ടമാണ്, അവർ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ളത് മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർ ചൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണത്. ഇപ്പോൾ പല ആളുകളുണ്ട്
ഒരാളെടുത്ത ചോയ്സിന് ഇങ്ങനെ കുറ്റപ്പെടുത്തും. അങ്ങനെ ചോയ്സിനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഗൈസ്. എന്താ കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി തന്നായിരിക്കും ഗൈസ്. അയാളുടെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻസ് എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. അതെന്നല്ലേ ഒന്ന് ചൂസ് ചെയ്യുക അല്ലേ, അതല്ലേ ചോയ്സായിട്ട് വരിക. അപ്പോൾ എന്തായാലും നന്മ മരങ്ങളുടെ എല്ലാം മുഖമൂടികൾ അഴിഞ്ഞു വീഴുകയാണ് ഗൈസ്. ഫിറോസ് ഖാനെ ബിഗ് ബോസിലൂടെ അറിഞ്ഞ ആളുകൾ ഇപ്പോൾ ഫിറോസ് ഖാൻ അന്ന് കാണിച്ചൊരു വൈബൊന്നല്ല, അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഒരു മൂടുപടം മാത്രമായിരുന്നു, അതിൻ്റെ പിന്നിൽ ഒരു കഴുകനുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് വീഡിയോസ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് കാര്യമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സംഗതിയായിരിക്കും സജ്ജനയുടെ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഗൈസ്. സജ്ജന എന്തായാലും 5 മിനിറ്റോ 20 മിനിറ്റ് എന്താ കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്താറും. ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ഇതിൽ അവർ ചെയ്തൊരു വീഡിയോ ആയിരിക്കും. എന്തായാലും ഞാൻ റസൂൽ പൂക്കുട്ടീനെ കുറ്റപ്പെടുത്തൂല, സജ്ജനേനെയും കുറ്റപ്പെടുത്തൂല, ഏത് ഫിറോസ് ഖാനെ കുറ്റപ്പെടുത്തുന്നല്ല പറയുന്നത്. എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നു, കുട്ടികളെ നോക്കുന്നു എന്നത് അതൊരു തെറ്റായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സജ്ജനേനും റസൂൽ പൂക്കുട്ടീനും കുറ്റപ്പെടുത്തില്ല എന്ന് പറയുന്നത്. എന്തായാലും കുട്ടികൾ അവരുടെ ഭാവി സേഫാക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. മാതാപിതാക്കൾ അത് തീർച്ചയായും ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും. അവർക്ക് വലിയ രീതിയിൽ ട്രോമ ഉണ്ടായിരിക്കും. ഈ ചൈൽഡ്ഹുഡിൽ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന പെയിന് ട്രോമയൊക്കെ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇത് ബാധിക്കും ഭയങ്കരമായിട്ട്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഇൻട്രോവേർട്ടായി പോകുക എന്നല്ല, ഭയങ്കര ആങ്സൈറ്റി ഉള്ള ആളുകളായിട്ട് മാറും, ക്രൗഡിനെ പേടിയുള്ള ആളുകളായിട്ട് മാറും. അതിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റീനെ നമ്മളത് ബാധിക്കും, നമ്മുടെ ഒരു വൈബിനെ അത് ബാധിക്കും. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പുകൾ ഇത് ബാധിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ സേഫായിട്ടിരിക്കട്ടെ, സജ്ജന ഹാപ്പി ആയിട്ടിരിക്കട്ടെ, സേഫായിട്ടിരിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആശംസിക്കുന്നത് ഗൈസ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരാവുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഇത് അവർ കാണിക്കട്ടെ, ടെൻഡൻസി കാണിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു ഗൈസ്. അത്രയേ ഉള്ളൂ.